ഹായ്. നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറിൽ ഏറ്റവും ടോപ്പ് 10 ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ടോപ്പ് 10 ബാങ്ക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ റാങ്കിങ് നമ്മളെവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു കമ്പനിയുടെ റാങ്കിങ് അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ റാങ്കിങ് ഒക്കെ എങ്ങനെയാണ് പരിശോധിക്കുന്നത് വെച്ചാൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ഡിപ്പെൻഡ് ചെയ്താണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നാൽ വിപണി മൂല്യം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിനൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ബാങ്ക് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർ എത്രയാണോ ആ ഷെയറിനെ അതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഷെയറിൻ്റെ വാല്യൂ മാർക്കറ്റ് പ്രൈസ് ഉണ്ടല്ലോ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഉദാഹരണത്തിന് ഒരു കമ്പനി നമ്മളെടുത്തു കഴിഞ്ഞാൽ ഉദാഹരണമാണ് ഇപ്പം റിലയൻസിൻ്റെ ഏതെങ്കിലും ഒരു കമ്പനി, റിലയൻസ് പെട്രോളിയം. അപ്പം ആ റിലയൻസ് പെട്രോളിയം അവർ 100 ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് മൊത്തം. അപ്പം ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഷെയറിന് 10 രൂപയാണെങ്കിൽ അപ്പോൾ 100 × 10 അതായിരിക്കും അവരുടെ വിപണി മൂല്യം, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാൽക്കുലേഷൻ്റെ അല്ലെങ്കിൽ മെട്രിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്കിങ് അല്ലെങ്കിൽ റേറ്റിങ്സ് കമ്പനികളുടെയും ബാങ്കുകളിലേക്ക് നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ ഈ ടോപ്പ് 10 വരുന്ന ബാങ്ക്സ് ഏതൊക്കെയാണ്, അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ എന്നല്ല സ്വകാര്യ മേഖലയിലുള്ളതും, പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ എന്നല്ല പൊതുമേഖലയുള്ളത്, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള. ഗവൺമെൻറ് നിയന്ത്രണത്തിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ഷെയർ ഗവൺമെൻറ്റായിരിക്കും, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ ഷെയർ കൈവശം വെച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഷെയർ എന്ന് പറയുമ്പോൾ 51% ഓർ മോർ, 51% അതിലേറെ ഷെയറുകൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന്, നമുക്ക് അങ്ങനെയുള്ള ബാങ്ക്സിന്, സെൻട്രൽ ഗവൺമെൻറ്റ്സിന് 51% അതിൽ കൂടുതലുണ്ടെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയാൻ പറ്റും. പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൊതുമേഖലയിൽ ഉള്ള ബാങ്കുകളാണ്. അത് നമുക്ക് ഒത്തിരി അപ്പം പല ബാങ്കുകൾ നമുക്കറിയാം. ICICI ഉണ്ട്, HDFC ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്, കൊട്ടാക് മഹീന്ദ്ര ഉണ്ട്, ഇപ്പം വളരെ റീസെൻ്റായിട്ട് നൈസ് ഓഫ്. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രൈവറ്റ് സെക്ടറിലുള്ള ഒത്തിരി ബാങ്ക്സുകളുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിലും ഒത്തിരി ബാങ്കുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് സെക്ടേഴ്സിൻ്റെയും കൂടെ എന്താണ് പറയുന്നത്, ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സെക്ടറിൽ, ബാങ്കിങ് സെക്ടറിൽ ടോപ്പ് 10 ബാങ്ക്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം പ്രൈവറ്റ് സെക്ടറിൽ എപ്പോഴും പ്രൈവറ്റ് സെക്ടറിലെ ടോപ്പ് ബാങ്ക് ആണ് HDFC തന്നെയാണ്. അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിലെ ടോപ്പ് ബാങ്ക് എപ്പോഴും SBI തന്നെ, ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ. പക്ഷേ ടോട്ടൽ ബാങ്കിങ് സെക്ടറിലും HDFC ആണ് ഏറ്റവും മുമ്പിൽ ഇരിക്കുന്നത്. അതിൻ്റെ ലേറ്റസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ 13,70,000 കോടി ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. 13,70,000 കോടി. അത് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിലെ ഏറ്റവും ടോപ്പ് ബാങ്ക്സ് HDFC തന്നെയാണ്. രണ്ട് സെക്ടറും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ 13,70,000 കോടി രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, വിപണി മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വരുന്നതാണ് ICICI ബാങ്ക്, രണ്ടാമത്തെ. നമുക്കറിയാം ഏറ്റവും വളരെ പോപ്പുലറായിട്ടുള്ളൊരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ഈ പറഞ്ഞ രണ്ടും തന്നെ, അതായത് HDFC ബാങ്കും ICICI ബാങ്കും. അപ്പോൾ അതിൻ്റെ വിപണി മൂല്യം എന്ന് പറഞ്ഞാൽ 9,07,000 കോടി രൂപയാണ്, 9.07. മറ്റേത് 13.70, 13,70,000. ഇത് ICICI ബാങ്ക് എന്ന് പറയുമ്പോൾ 9,07,000 കോടി രൂപയാണ് കേട്ടോ. 13,70,000 കോടി, 9,07,000 കോടി. വിപണി മൂല്യം എന്ന് പറയുമ്പോൾ അവരുടെ ഷെയർ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസിൽ ലേറ്റസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ, ഒരു ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ രാവിലെ 9:15 വൈകുന്നേരം 3:30 ആണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ടൈമിങ്. ശനി ഞായറുമില്ല. ബാക്കി തിങ്കൾ ടു ഫ്രൈഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും, രാവിലെ 9:15 മുതൽ വൈകുന്നേരം 3:30 വരെ. അപ്പോൾ ഈ 3:30 ആകുമ്പോഴത്തേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ, ഒരു ബാങ്കിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്താണോ അത് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ്, എത്ര ഷെയറാണ് അവരുടെ മാർക്കറ്റിലുള്ളത്, ഇഷ്യൂ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. സിമ്പിളാണ്. സിമ്പിളല്ല, പക്ഷേ സിമ്പിളാണ് നമുക്ക്. കാരണം വിപണി മൂല്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിപണി മൂല്യം ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഷെയർ കൂടുകയോ കുറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വിപണി മൂല്യം കൂടുകയും കുറയുകയും ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം ഒരു പ്രത്യേക കാരണം കൊണ്ട്, ഇപ്പോൾ നമുക്ക് ഈ അദാനിയുടെയൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇഷ്യൂ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു പ്രത്യേക ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും അദാനിയുടെ എന്തെങ്കിലും ഇഷ്യൂ വരുന്നത്. അപ്പോൾ അദാനിയുടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ
അദാനിയുടെ കമ്പനികളിലൊക്കെ ഷെയറുകൾ കുത്തനെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് വില കുറയുകയും, അപ്പോൾ തീർച്ചയായിട്ടും ആ വില കുറയുമ്പോൾ അവരുടെ വിപണി മൂല്യം കുറയാൻ സാധ്യമല്ല, വിപണി മൂല്യം കുറയും. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റോട് ബന്ധപ്പെട്ട കോർപ്പറേഷൻസ്, കമ്പനീസ്, ബാങ്ക്സിൻ്റെ എല്ലാം വിപണി മൂല്യം നടന്നത്. അടുത്തതാണ് SBI ബാങ്ക്. SBI നമുക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പബ്ലിക് സെക്ടറിലെ ഏറ്റവും ടോപ്പ് ബാങ്കാണ്. പബ്ലിക് സെക്ടറിലെ ഏറ്റവും ടോപ്പ് ബാങ്കാണ് SBI എന്ന് പറഞ്ഞത്. ടോട്ടൽ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിലെ 3ാം സ്ഥാനമാണ് ഇപ്പോൾ. അതായത് 7.48 ലക്ഷം കോടി രൂപയാണ്. പിന്നെ ആക്സിസ് ബാങ്ക്, നമ്മൾ വളരെ പോപ്പുലറായിട്ടുള്ള ബാങ്കാണ് ആക്സിസ് ബാങ്ക്. 3.51 3.51 ലക്ഷം കോടി രൂപ. പിന്നെ കൊട്ടാക് മഹീന്ദ്ര, അത് നമ്മുടെ ഇവിടെ വലിയ പോപ്പുലറായിട്ടില്ല. കൊട്ടാക് മഹീന്ദ്രയൊന്നും 3.49 ലാക്സ് ക്രോർ, 3,49,000 കോടി രൂപയാണ്. പിന്നെ അത് ബാങ്ക് ഓഫ് ബറോഡ, അത് പബ്ലിക് സെക്ടറിൽ നമ്മുടെ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. 1.28 ലക്ഷം കോടി രൂപ. പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, അതും പബ്ലിക് സെക്ടറിൽ വരുന്നതാണ്. 1.22 ലക്ഷമാണ്, 1,22,000 കോടി രൂപ. പിന്നെ വരുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, അതും പബ്ലിക് സെക്ടറിൽ വരുന്നതാണ്. 1.03. പിന്നെ യൂണിയൻ ബാങ്ക്, അതും പബ്ലിക് സെക്ടറിൽ വരുന്നതാണ്. 0.94, അതായത് 94 ലക്ഷം കോടി രൂപ. 94 ലക്ഷം കോടി രൂപ. അത് തന്നെ 94,000 കോടി, 94,000 കോടി രൂപ, ലക്ഷമല്ല, സോറി, 94,000 കോടി രൂപ. പിന്നെ ഏറ്റവും 10ാമത്തെ കാനറ ബാങ്ക്. കാനറ ബാങ്ക് പബ്ലിക് സെക്ടറാണ്, പ്രൈവറ്റ് സെക്ടറാണ്? വരുന്നുണ്ട് എല്ലാം പോയ. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 0.93 ആണ്. 0.93, അതായത് 93 ലക്ഷം കോടി രൂപ. സോറി, 93 ലക്ഷമല്ല, 93,000 കോടി രൂപ കേട്ടോ. സോറി. കാനറ ബാങ്ക്. അപ്പോൾ ഇത്രയാണ് ടോപ്പ് 10 ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതാണ് കാനറ ബാങ്ക്? എനിക്ക് നല്ല കൃത്യമായൊരു അറിവില്ലല്ലോ. അത് നാഷണലൈസ്ഡ് ബാങ്കാണ്. ഓക്കെ, നാഷണൽ ബാങ്ക് നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെയാണ്. ഏറ്റവും 3rd ലാർജസ്റ്റ് നാഷണലൈസ്ഡ് ബാങ്ക് എന്നാണ് പറയുന്നത്. തേർഡെന്ന് പറയുമ്പോൾ ഫസ്റ്റ് SBI ആയിരിക്കും, രണ്ടാമത് വരുന്നത് ബാങ്ക് ഓഫ് ബറോഡ തന്നെ ആയിരിക്കും, മൂന്നാമത്തെ ആയിരിക്കും കാനറ ബാങ്ക്. പക്ഷേ അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പ് 10th നമ്പറാണ് യൂണിയൻ ബാങ്കാണ് അതിനകത്ത്. ഓക്കെ, എനിവേ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെയൊക്കെ നമുക്ക് റേറ്റിംഗ് അല്ലെങ്കിൽ റാങ്കിങ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ പറഞ്ഞ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്ര ഉണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസ് തന്നെയാണ് കേട്ടോ. റിലയൻസ് ആണ് ഏറ്റവും വലിയ കോർപ്പറേഷൻ. അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരുപക്ഷെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തല കറങ്ങി താഴെ വീഴരുത്. നോക്കട്ടെ, നെറ്റ് നോക്കട്ടെ. റിലയൻസ് ഗ്രൂപ്പിനകത്ത് ഒത്തിരി കമ്പനികളുണ്ട്. റിലയൻസ് പെട്രോളിയം ഉണ്ട്, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അങ്ങനെ പല കമ്പനികളുണ്ട്. റിലയൻസിൻ്റെ മൊത്തം റിലയൻസ് മാർക്കറ്റ് ക്യാപ്പ് 2024 ഡോളർ. റിലയൻസ് ഇൻഡസ്ട്രീസ് ഡോളറിലാണ്, ബില്യൺസിലൊക്കെ ഉള്ളത്. റിലയൻസ് മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ക്രോസ് ഓക്കെ. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സിലെ ഏറ്റവും കൂടുതൽ പിന്നെ പ്രൈം മൂവറാണല്ലോ റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റുപ്പീസിലാണ് 205.70 ബില്യൺ ഡോളേഴ്സിനാണ് കാണിക്കുന്നത്. അതിൻ്റെ റുപ്പി കണക്കുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിൽ ഏറ്റവും പിന്നെ എന്താണ് പറയുന്നത്
നമ്പർ 1 റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ റുപ്പിയിലൂടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോപ്പ് 10 ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വേണമെങ്കിൽ ടോപ്പ് 10 ഇന്ത്യൻ കമ്പനീസ്, കോർപ്പറേഷൻസ് നമുക്ക് വേറൊരു വീഡിയോയ്ക്കകത്ത് പറയാം. ഇത് ഇൻ ലാക്ക് ക്രോസിലാണ്, ലക്ഷം കോടിയിലാണ്. അതായത് ഇപ്പോൾ ആദ്യം HDFC ബാങ്കിൻ്റെ പറഞ്ഞ 13.70 13,70,000 കോടിയാണ് കേട്ടോ. 13,70,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കമ്പനി വിറ്റ് കഴിഞ്ഞാൽ ഇത്രയും രൂപയെങ്കിലും അവർക്ക് കിട്ടണം. ഇത്രയും രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ഇത്രയും മൂല്യമുണ്ട് ഈ കമ്പനിക്ക്. അല്ലെങ്കിൽ വിൽക്കുക എന്നല്ല പറഞ്ഞത്, ഇപ്പം അതാണ് നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കമ്പനി മേടിക്കാൻ ചെല്ലുകയാണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്ര ഉണ്ടോ, മാർക്കറ്റ് ക്യാപ്പ് എന്നാണ് പറയുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് ഷോർട്ടിൽ മാർക്കറ്റ് ക്യാപ്പ് എന്നാണ് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ എന്നാണ് പറയുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് മൾട്ടിപ്ലൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. ഇപ്പോൾ നിലവിലിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് എന്താണോ അതേ ഗുണം ആ കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയറുകൾ എത്ര ഉണ്ടോ അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ HDFC ബാങ്ക് ഇത്രയും ടോപ്പ് ബാങ്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ, ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിലെ അതിൻ്റെ വാല്യൂ, ഇപ്പോൾ നമ്മൾ ഷെയർ പ്രൈസ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷെയർ പ്രൈസ് അതുപോലെ തന്നെ വളരെ കൂടുതലായിരിക്കും. HDFC ഷെയർ പ്രൈസ് നോക്കട്ടെ, ലേറ്റസ്റ്റ് നോക്കാം. 1554 3 days ആണിത്. ഓക്കെ, ഏകദേശം 1600 രൂപയോളം ഷെയർ പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാൻ പറ്റും. അപ്പം ഇപ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ഷെയർ മേടിക്കാൻ നമുക്ക് ഇത്രയും രൂപ കൊടുക്കേണ്ടി വരും. നമുക്ക് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നമുക്ക് ആ കമ്പനിയുടെ ഷെയർ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 1500, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 1554 ലേറ്റസ്റ്റ് ഇല്ല. അപ്പോൾ ഇത്രയും രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പനിയുടെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അത് ഓരോ ബാങ്കിൻ്റെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്കിങ് സെക്ടറിനെ കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള അവലോകനം എന്ന് പറഞ്ഞാൽ ടോപ്പ് 10 ബാങ്ക്സ് ആണ്. ഇനിയുണ്ട് ബാങ്കുകൾ. വേണമെങ്കിൽ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൻ്റെ മൊത്തം ക്യാപിറ്റലൈസേഷൻ നമുക്കറിയാൻ പറ്റും. അത്ര മോശം സെക്ടറൊന്നുമല്ല നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ എന്നല്ല, വളരെയധികം ഒരു ജൈഗാൻറ്റിക് ആയിട്ടുള്ളൊരു സെക്ടർ തന്നെയാണ്. കാരണം ഇപ്പം നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഏകദേശം 3.5 അല്ലെങ്കിൽ 3.75 ട്രില്യൺ ഡോളറിൻ്റെ ഒരു എക്കോണമിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ ഇത്രയും ജൈഗാൻറ്റിക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ എക്കോണമി നമ്മൾ മുമ്പോട്ട് ഇനിയും വളർന്നു പോകുമ്പോൾ ഒരു $5 ട്രില്യൺ US അല്ലെങ്കിൽ $10 ട്രില്യൺ US ഒക്കെ ഒരു എക്കോണമിയായിട്ട് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ബാങ്കിങ് സെക്ടർ HDFC, ICICI ആണെന്നുണ്ടെങ്കിൽ SBI ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇൻക്രെഡിബിൾ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊന്നുമല്ല, കാരണം നമ്മൾ ഗ്ലോബൽ ബാങ്കിങ് സെക്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. കാരണം ഈവൻ ചൈനീസ് എക്കോണമിയിലുള്ള അല്ലെങ്കിൽ US എക്കോണമിയിലൊക്കെയുള്ള ഭീമാകാരന്മാരെ ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല, ഇതൊക്കെ പീനട്ടാണ്. എങ്കിൽ തന്നെയും ഇറ്റ്സ് നോട്ട് എ സ്മോൾ സം. ഇതൊരു ചെറിയ എമൗണ്ട് ഒന്നുമില്ല. കാരണം 13,70,000 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ സം, ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു സിനോപ്സിസ് എന്ന് പറയാമല്ലോ. അപ്പം മറ്റൊരു വീഡിയോക്കകത്തിൽ നമ്മുടെ കോർപ്പറേറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം. Time for me to sign off. Thank you for watching and listening. Have a nice day. Have a rainy day.